വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിലൂടെ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ഫാർമക്കോളജി 3 സബ്ജക്റ്റിലെ എക്സ്പെക്ടോറൻ ആൻഡ് ആൻറ്റിറ്റസീവ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എക്സ്പെക്ടോറൻ? എക്സ്പെക്ടോറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലങ്സിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റെസ്പിറേറ്ററി ട്രാക്ട് ഫ്ലൂയിഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് എക്സ്പെക്ടോറൻസ്. ആൻഡ് അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോങ്കിയൽ സെക്രീഷൻ അത് ഇൻക്രീസ് ചെയ്തിട്ട് മ്യൂക്കസിൻ്റെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യും. ഇതിന് തന്നെ നമ്മൾ മ്യൂക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ദേ ക്യാൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ. ഒന്നുകിൽ അതിനെന്ത് ചെയ്യാം, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഡയറക്റ്റ് സ്റ്റിമുലൻ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് സ്റ്റിമുലൻ്റ് ഉണ്ട്. ഡയറക്റ്റ് സ്റ്റിമുലൻ്റിന് എക്സാമ്പിൾസ് ആണ് സ്റ്റീമിംഗ് ഓയിൽ, വോളറ്റൈൽ ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ. ഇതൊക്കെ ഇത് നമുക്ക് ഒന്നുകിൽ ഓറലി അല്ലെങ്കിൽ ഇൻഹലേഷൻ വഴി അഡ്മിനിസ്റ്റർ ചെയ്യാം. Na+K+ സിട്രേറ്റ് അത് ഡയറക്റ്റ് ആക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്വാബെൻസിൻ, വസക ഇതൊക്കെ പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ്. എക്സ്പെക്ടോറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഡയറക്റ്റ് സ്റ്റിമുലൻ്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരയുന്ന സമയത്തോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ മൈൽഡ് ഇറിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യും ഗ്യാസ്ട്രിക് മ്യൂക്കോസയ്ക്ക്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്ട്ലി സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം അയഡൈഡ്, അമോണിയം ക്ലോറൈഡ്. അടുത്തത് കഫ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഫിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, അതിനാണ് നമ്മൾ എക്സ്പെക്ടോറൻസ് എന്ന് പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കഫ് എന്ന് നോക്കാം. കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ്. അതായത് നമ്മുടെ നമുക്കുള്ളൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ്. അതായത് റെസ്പിറേറ്ററി സെക്രീഷൻസും അതുപോലെ തന്നെ ഫോറിൻ പാർട്ടിക്കിൾസ് ലങ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഈ എയർ പാസേജ് ഉണ്ടല്ലോ, ലങ്സിലും എയർ പാസേജിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെയും റെസ്പിറേറ്ററി സെക്രീഷൻസിനെയും ഒക്കെ എക്സ്പൾസ് ചെയ്യാണ്, അതായത് പുറത്തേക്ക് എക്സ്പൾസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു സഡൻ ഫോഴ്സ്ഫുൾ ബാർക്കിംഗ് സൗണ്ട്, അതായത് ചുമക്കുന്ന സമയത്തുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ബാർക്കിംഗ് സൗണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എയർ റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ത്രോട്ടിലും എയർവേ ലങ്സിലൊക്കെയുള്ള ഇറിറ്റേഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസിനെ എക്സ്പൾസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ് എന്ത്, കഫ് എന്ന് പറയുന്നത്. ഈ കഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിസ് ഓഫ് ദെയർ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഡ്രൈ കഫും ഉണ്ട്, വെറ്റ് കഫും ഉണ്ട്. ഡ്രൈ കഫിനെ തന്നെ നമ്മൾ പറയുന്ന വേറെ പേരാണ് അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് കഫ്. ഡ്രൈ കഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്രൈ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും, മ്യൂക്കസ് പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് യൂസ്ലെസ് ആണ്. ഈ കഫ് നമുക്ക് ആവശ്യമുള്ളതല്ല, യൂസ്ലെസ്, നമുക്ക് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള കഫ്. അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഒന്ന് സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലുള്ള എന്തെങ്കിലും ഇറിറ്റൻസ് കാരണം, അലർജി കാരണം, ആസ്മ കാരണം ഒക്കെ, അതുപോലെ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കാരണമൊക്കെ നമുക്ക് ഡ്രൈ കഫ് ഉണ്ടാവാം. വെറ്റ് കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറയുന്നുണ്ട്. യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൾഡ് അല്ലെങ്കിൽ ഫ്ലൂ, ആസ്മ, COPD, ഇൻഫ്ലമേഷൻ, ന്യൂമോണിയ, അതുപോലത്തെ എന്താ പറയുക ഇൻഫെക്ഷൻസ് ഒക്കെ കാരണമാണ് നമുക്ക് വെറ്റ് കഫ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫംഗ്ഷനെ ബേസ് ചെയ്ത് ഡ്രൈ കഫും ഉണ്ട്, വെറ്റ് കഫും ഉണ്ട്. ദെൻ ഡ്യൂറേഷനെ ബേസ് ചെയ്ത് അക്യൂട്ട് കഫും ഉണ്ട്, ക്രോണിക് കഫും ഉണ്ട്. അക്യൂട്ട് കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 3 വീക്സ് ആണ് അത് ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് റെസ്പിറേറ്ററി അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് കാരണമാണ് ഉണ്ടാവുക. ക്രോണിക് കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 4 to 8 വീക്സ് അത് ഉണ്ടാവുന്നുണ്ട്. അത് ബ്രോങ്കൈറ്റിസ് കാരണം, ന്യൂമോണിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. ഇതാണ് ടൈപ്പ് ഓഫ് കഫ്. ഇനി നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കഫ്. ഓക്കെ, കഫ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്ന്, ഇറിറ്റൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എയർവേയിലോട്ട് എൻ്റർ ചെയ്യും. എന്തെങ്കിലും ഇറിറ്റൻ്റ്, ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് കാരണമാവാം അല്ലെങ്കിൽ കെമിക്കൽസോ ഡസ്റ്റ് എന്ത് കാരണമാവാം, ആ ഇറിറ്റൻസ് എന്ത് ചെയ്യും, നമ്മുടെ എയർവേയിലോട്ട് എൻ്റർ ചെയ്യും. എയർവേയിലോട്ട് എൻ്റർ ചെയ്ത് അവിടെ എന്ത് ചെയ്യും, മെക്കാനോ റിസെപ്റ്റേഴ്സിനെ അല്ലെങ്കിൽ കീമോ റിസെപ്റ്റേഴ്സിനെ, ത്രോട്ടിലുള്ള മെക്കാനോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ കീമോ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ റെസ്പിറേറ്ററി പാസേജസിലും എന്നുള്ളതാണ് മെക്കാനോ റിസെപ്റ്ററും കീമോ റിസെപ്റ്ററും, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ലങ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്ട്രെച്ച് റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും.
അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അഫറൻറ്റ് ഇമ്പൾസസ് എന്ത് ചെയ്യുന്നുണ്ട്, കഫ് സെൻറ്ററിലോട്ട് പോവും. ബ്രെയിനിലുള്ള കഫ് സെൻറ്ററിലോട്ട് അഫറൻറ്റ് ഇമ്പൾസ് പോവും. ഇഫറൻറ്റ് ഇമ്പൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പാരാസിമ്പതറ്റിക് ആൻഡ് മോട്ടോ നെർവ്സ് വഴി ഡയഫ്രത്തിലോട്ടും ഇൻ്റർകോസ്റ്റൽ മസിൽസിലോട്ടും എത്തും. അങ്ങനെ ഡയഫ്രത്തിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും, അബ്ഡോമിനൽ കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക, കഫ് പ്രൊഡ്യൂസ് ആവുക. അപ്പോൾ ഇറിറ്റൻ്റ് എന്ത് ചെയ്യും, എയർവേയിലോട്ട് എൻ്റർ ചെയ്തിട്ട് അവിടെ മെക്കാനോ അല്ലെങ്കിൽ കീമോ റിസപ്റ്റേഴ്സ്, ത്രോട്ടിലും റെസ്പിറേറ്ററി പാസേജസിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു മെക്കാനോ അല്ലെങ്കിൽ കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലങ്സിലുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഫറൻറ്റ് ഇമ്പൾസ് കഫ് സെൻറ്ററിലോട്ടും ഇഫറൻറ്റ് ഇമ്പൾസ് ഡയഫ്രം ഇൻ്റർകോസ്റ്റൽ മസിലിലോട്ടും പോവും. ഏതുവഴി, പാരാസിമ്പതറ്റിക് ആൻഡ് മോട്ടോ നെർവ്സ് വഴി. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഡയഫ്രമാറ്റിക് അബ്ഡോമിനൽ ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ ഒക്കെ കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമുക്ക് കഫ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കഫ്. ഇനി കഫിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? എക്സ്പെക്ടോറൻസ് ആണ്, സെക്രീഷൻ എൻഹാൻസേഴ്സും മ്യൂക്കോലൈറ്റിക്സ്. സെക്രീഷൻ എൻഹാൻസേഴ്സിന് എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം സിട്രേറ്റ്, പൊട്ടാസ്യം അയഡൈഡ്, ടൊളുബാൾസം, വസക, അമോണിയം ക്ലോറൈഡ്. മ്യൂക്കോലൈറ്റിക്സിന് എക്സാമ്പിൾസ് ആണ് ബ്രോംഹെക്സിൻ, ആംബ്രോക്സോൾ, അസെറ്റാൽസിസ്റ്റീൻ, കാർബോസിസ്റ്റീൻ. സെക്രീഷൻ എൻഹാൻസേഴ്സ് നമുക്ക് ഓരോ ഡ്രഗ്സ് ആയിട്ട് നോക്കാം. സെക്രീഷൻ എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സെക്രീഷൻ എൻഹാൻസ് ചെയ്യും. അതായത് ബ്രോങ്കിയൽ സെക്രീഷനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 2 മെത്തേഡ് വഴിയാണ്, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞില്ലേ 2 മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് സ്റ്റിമുലൻറ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് സ്റ്റിമുലൻറ്റും ഉണ്ട്. ഡയറക്റ്റ് സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രഗ്സ് വാട്ടറി സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും. അത് മ്യൂക്കസിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് റെസ്പിറേറ്ററി സെക്രീഷൻസ് ഒക്കെ എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് കഫ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടിയും ആ സെക്രീഷൻസ് ഒക്കെ പുറത്തു പോകാൻ ഈസി ആക്കും. കുറച്ചും കൂടി എന്താണ്, ആ വിസ്കോസിറ്റി അങ്ങോട്ട് കുറയ്ക്കും. അങ്ങനെയാണ് ഡയറക്റ്റ് സ്റ്റിമുലൻസ് ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം അയഡൈഡ്, അതുപോലെ തന്നെ സോഡിയം ആൻഡ് പൊട്ടാസ്യം സിട്രേറ്റ്, വോളറ്റൈൽ ഓയിൽസ് ലൈക്ക് യൂക്കാലിപ്റ്റസ് ഓയിൽ, ക്ലോവ് ഓയിൽ, ആൽക്കഹോൾ, സ്റ്റീം ഇൻഹലേഷൻ. ഇതൊക്കെ എന്താണ്, ഇതിന് എക്സാമ്പിൾസ് ആണ്, സെക്രീഷൻ എൻഹാൻസേഴ്സിലെ ഡയറക്റ്റ് സ്റ്റിമുലൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് ഇൻഡയറക്റ്റ് സ്റ്റിമുലൻ. അതിന് തന്നെ നമ്മൾ റിഫ്ലക്സ് സ്റ്റിമുലൻ്റ് എന്ന് പറയും. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്, GI ട്രാക്റ്റിനെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ റെസ്പിറേറ്ററി ട്രാക്ട് സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്ത് മ്യൂക്കസിനെ എന്ത് ചെയ്യും, തിന്നാക്കും, വിസ്കോസിറ്റി കുറയ്ക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ടൊളുബാൾസം, വസക. ഓക്കെ, ഇതാണ് സെക്രീഷൻ എൻഹാൻസേഴ്സ്. അടുത്തതാണ് മ്യൂക്കോലൈറ്റിക്സ്. മ്യൂക്കോലൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂക്കോ എന്ന് പറഞ്ഞാൽ മ്യൂക്കസ്, ലൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ആ ഒരു വേർഡ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഈ ഡ്രഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂക്കസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് അതിൻ്റെ വിസ്കോസിറ്റി കുറച്ച് എക്സ്പെൽ ചെയ്യാൻ ഈസി ആക്കും. അതായത് നമുക്ക് പുറത്തേക്ക് ആ സെക്രീഷൻസ് പുറത്തേക്ക് എക്സ്പെൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആക്കുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി വെറ്റ് കഫിൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിൾസ് ആണ് ബ്രോംഹെക്സിൻ, ആംബ്രോക്സോൾ, അസെറ്റാൽസിസ്റ്റീൻ, കാർബോസിസ്റ്റീൻ. അതിൽ ഫസ്റ്റ് നമുക്ക് 2 ഡ്രഗ്സ് നോക്കാം, ബ്രോംഹെക്സിനും ആംബ്രോക്സോളും. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മ്യൂക്കസ് പോളിമറൈസേഷൻ നടന്ന് മ്യൂക്കസ് പ്ലഗ് ഫോം ചെയ്യും. അങ്ങനെയാണല്ലോ, ഇപ്പോൾ നമുക്ക് കഫൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മ്യൂക്കസ് ഒക്കെ എന്ത് ചെയ്യും, പോളിമറൈസേഷൻ നടന്നിട്ട് മ്യൂക്കസ് പ്ലഗ് ഫോം ചെയ്യും. നമ്മൾ ഈ ഒരു ബ്രോംഹെക്സിൻ അല്ലെങ്കിൽ ആംബ്രോക്സോൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രഗ് എന്ത് ചെയ്യും, ഈ ഒരു മ്യൂക്കസ് പ്ലഗിനെ ഡീപോളിമറൈസേഷൻ നടത്തുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. തിക് സ്പൂട്ടത്തിനെ തിന്നാക്കിയിട്ട് മാറ്റും, അതിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കും. ഇത് മ്യൂക്കസ് പ്ലഗ് പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ചും കൂടിയും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ 2 ഡ്രഗ്സ്. ഈ ബ്രോംഹെക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസിസിൻ്റെ ഒരു സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ്, വസകയെന്നാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ADR ആണ് നോസിയ, GI ഇറിറ്റേഷൻ, ലാക്രിമേഷൻ, അതായത് കണ്ണിൽ നിന്ന് വെള്ളം വരിക, വാട്ടറി ഐസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഇതൊക്കെ അതിന് എന്താണ് ADR ആണ്. അടുത്തത് അസെറ്റാൽസിസ്റ്റീൻ. അസെറ്റാൽസിസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ പറയുന്ന പേരാണ് N-അസെറ്റൈൽ L-സിസ്റ്റീൻ. ഓക്കെ, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂക്കോ പോളിസാക്രൈഡ്സിലാണ് ആക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മ്യൂക്കോ പോളിസാക്രൈഡ്സിൻ്റെ ഇടയിൽ ഡൈസൾഫൈഡ് ബോൺസ് ഫോം ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ വരുന്നത്. ആ നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓറലി ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. 200 to 600 milligram ആണ്. ADR വോമിറ്റിംഗ്, ഡയറിയ, കോൺട്രാഇൻഡിക്കേഷൻ, പെപ്റ്റിക് അൾസറിനോട് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. കാർബോസിസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിസ്കസ് സ്ഫൂട്ടത്തിന് എന്ത് ചെയ്യും, ലിക്വിഫൈ ചെയ്യുന്നുണ്ട്. അസെറ്റാൽസിസ്റ്റീൻ ചെയ്യുന്ന പോലെ തന്നെയാണ്, സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്.
ADR GI ഡിസ്കംഫോർട്ടും റാഷസും ആണ്. കോൺട്രാ ഇൻഡിക്കേഷൻ പെപ്റ്റിക് അൾസറിനോട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഈ മ്യൂക്കോലൈറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രക്കിയോസ്റ്റോമി, അരിത്മെറ്റിക് ബ്രോങ്കൈറ്റിസ്, സിസ്റ്റിക് ഫൈബ്രോസിസ് ഈ ഒരു ഡിസീസസ് ഒക്കെ ഉള്ള പേഷ്യൻസിനാണ് കുറച്ചും കൂടി എന്താണ് സ്പെസിഫിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, എക്സ്പെക്ടോറൻസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ആൻറ്റി ടെസീവ്. ആൻറ്റി ടെസീവിനെ തന്നെയാണ് നമ്മൾ കഫ് സപ്രസൻസ് അല്ലെങ്കിൽ കഫ് സെൻറ്റർ സപ്രസൻസ് എന്നൊക്കെ പറയാം. ഈ ഒരു ഡ്രഗ് എന്താ ചെയ്യുക, നമ്മുടെ ചുമേനെ അല്ലെങ്കിൽ കഫിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഫ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്, CNSലെ കഫ് സെൻറ്ററിൽ അത് ആക്ട് ചെയ്യും. മെയിൻലി നമ്മൾ ഡ്രൈ കഫിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ കഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് സ്ലീപ്പിനൊക്കെ ഉറക്കമൊക്കെ ഇല്ലാതെയാവുന്ന തരത്തിലുള്ള ചുമയൊക്കെ ഉണ്ടാവാറില്ലേ, അങ്ങനത്തെ ചുമ. അതുപോലെ തന്നെ ഹസാഡസ് ആയിട്ടുള്ള ഇപ്പോൾ ഹെർണിയ അല്ലെങ്കിൽ പൈൽസ്, കാർഡിയാക് ഡിസീസസ് ഒക്കെ കാരണം ഉണ്ടാവുന്ന കഫിനൊക്കെയാണ് നമ്മൾ മെയിൻലി കഫ് സപ്രസൻസ് യൂസ് ചെയ്യുക. അത് കഫിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിന് എന്ത് ചെയ്യില്ല, മൊത്തത്തിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാതെ ആ കഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കഫ് സപ്രസൻസ് യൂസ് ചെയ്യണത്. ഓക്കെ, കഫ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി CNSൽ അത് ആക്ട് ചെയ്യും, കഫ് സെൻറ്ററിൽ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, കഫ് സെൻറ്ററിനെ സപ്രസ് ചെയ്യും. പെരിഫറലിയും ഇതിന് ആക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, മെക്കാനോ റിസപ്റ്റേഴ്സിൻ്റെ ഒക്കെ സ്റ്റിമുലേഷനെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഫറൻറ്റ് ഇമ്പൾസസ് കഫ് സെൻറ്ററിലോട്ട് പോകും. നമ്മൾ നേരത്തെ അതിൻ്റെ മെക്കാനിസം പറഞ്ഞല്ലോ, മെക്കാനോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അഫറൻറ്റ് ഇമ്പൾസ് എങ്ങോട്ട് പോകും, കഫ് സെൻറ്ററിലോട്ട് പോകും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യലാണ് ഈ കഫ് സപ്രസൻസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും, മ്യൂക്കസ് പ്രൊഡക്ഷൻ അവിടെ കുറച്ചിട്ട് കഫ് ഇമ്പൾസ് അവിടെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കവിടെ സപ്രസ് ചെയ്യാൻ പറ്റും. ടോട്ടലി അതിൻ്റെ കോസിനെ നമ്മൾ മാറ്റുന്നില്ല, അതിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡ്രഗ്സ് ആണ് ഓപ്പിയോയിഡ്സ്, നോൺ ഓപ്പിയോയിഡ്സ്, ആൻറ്റി ഹിസ്റ്റമീൻസ്, പൾമിനറി റിസപ്റ്റർ ഡീസെൻസിറ്റൈസർ, അഡ്ജുവൻറ്റ് ആൻറ്റി ടെസീവ്. ഓക്കെ, ഓപ്പിയോയിഡ്സിന് എക്സാമ്പിളാണ് കൊഡീൻ, ഈതാൽമോർഫിൻ, ഫോൾകൊഡീൻ. നോൺ ഓപ്പിയോയിഡ്സ് ആണ് നോസ്കപ്പിൻ, ഡെക്സ്ട്രാമെഥോർഫൻ, ക്ലോർഫിൻഡയനോൾ. ആൻറ്റി ഹിസ്റ്റമിൻ ആണ് ക്ലോർഫെനിറമിൻ, ഡൈഫെനൈഡ്രമിൻ, പ്രോമെഥാസിൻ. പൾമിനറി റിസപ്റ്റർ ഡീസെൻസിറ്റൈസർ സെനോസുഡസിൻ. അഡ്ജുവൻറ്റ് ആൻറ്റിടെസീവ് ബ്രോങ്കോഡൈലേറ്റേഴ്സ് ആണ് സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിനും. കൊഡീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പിയം ആൽക്കലോയിഡ് ആണ്. ഓക്കെ, അത് മോർഫിനെ പോലെ തന്നെ സിമിലർ ആണ്, പക്ഷെ ലെസ് പൊട്ടൻ്റ് ആണ് മോർഫിനെക്കാട്ടിലും. പക്ഷേ കഫ് സെൻറ്ററിനോട് കുറച്ചും കൂടി എന്തായിരിക്കും, സെലക്റ്റീവ് ആയിരിക്കും. പിന്നെ 6 മണിക്കൂർ വരെയാണ് ഇതിന് നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റുക. മ്യൂക്കസ് പ്രൊഡക്ഷൻ കുറച്ചിട്ട് മ്യൂക്കോസീലിയറി ക്ലിയറൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ADRൽ വരുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഡ്രൗസീനസ്. കോൺട്രാ ഇൻഡിക്കേഷൻ ആസ്മയിലും അതുപോലെ തന്നെ ചിൽഡ്രൻസിനും കൊടുക്കാൻ പറ്റില്ല. പിന്നെ കൊഡീൻ പോയ്സണിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് നലോക്സോൺ. അടുത്തതാണ് നെർക്കോട്ടിൻ. നെർക്കോട്ടിൻ്റെ വേറൊരു പേരാണ് നോസ്കപ്പിൻ. നോസ്കപ്പിൻ എന്ന് പറഞ്ഞാൽ സ്പാസ്മോഡിക് കഫിൻ്റെ കേസിലാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അത് ഹിസ്റ്റമിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്യും. ആസ്മ ഉള്ള പേഷ്യൻസിന് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്യും. ADR ആണ് നോസിയ, ഹെഡേക്ക്. അടുത്തതാണ് ഈതാൽമോർഫിൻ. ഈതാൽമോർഫിൻ എന്ന് പറഞ്ഞാൽ കൊഡീനോട് റിലേറ്റഡ് ആണ്, പക്ഷെ കോൺസ്റ്റിപ്പേഷൻ കോസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫോൾകൊഡീൻ. ഫോൾകൊഡീൻ എന്ന് പറഞ്ഞാൽ കൊഡീനോട് സിമിലർ ആണ്, പക്ഷെ ലോങ് ആക്ടിങ് ആയിരിക്കും, 12 hours ആണ്. കൊഡീൻ 6 hours പറഞ്ഞു, ഫോൾകൊഡീൻ എന്താണ് 12 hours. അടുത്തതാണ് ഡെക്സ്ട്രാമെഥോർഫൻ. ഡെക്സ്ട്രോമെഥോർഫൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിന്തറ്റിക് സെൻട്രൽ എൻ മീതൽ ഡി ആസ്പർട്ടേറ്റ് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അതിൻ്റെ L ഐസോമറിന് ആൻറ്റിടെസീവ് ആക്ടിവിറ്റിയും D ഐസോമറിന് അനാൽജസിക് ആക്ഷനുമാണ് ഉള്ളത്. അതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ 15 to 30 minutes, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 3 to 6 hours ആണ്. ADR നോസിയ, ഡ്രൗസീനസ്. ഹൈ ഡോസിലാണെങ്കിൽ ഹാലൂസിനേഷനും അറ്റാക്സിയും കോസ് ചെയ്യും. ലോ ഡോസിനാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കോസ് ചെയ്യും. അടുത്തതാണ് നാർക്കോട്ടിൻ. നാർക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ സ്പാസ്മോഡിക് കഫ് റിലീഫിനാണ് യൂസ് ചെയ്യുക. പിന്നെ ക്ലോർഫെനിഡിനോൾ. ക്ലോർഫെനിഡിനോൾ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിടെസീവ് ആണ്. അതിന് വീക്ക് ആൻറ്റിടെസീവ് ആക്ടിവിറ്റി ആയിരിക്കും. ആൻറ്റി കൊളിനർജിക് ആൻഡ് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷനും ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ആണ് ഉള്ളത്. അടുത്തതാണ് ആൻറ്റി ഹിസ്റ്റമിൻ. ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് H1 ആൻറ്റി ഹിസ്റ്റമിൻസിന് എന്തുണ്ട്, ആൻറ്റിടെസീവ് അല്ലെങ്കിൽ എക്സ്പെക്ടോറൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യും, അതിന് എക്സാമ്പിൾസ് ആണ് ക്ലോർഫെനിറമിൻ 2 to 5 milligram, ഡൈഫെനൈഡ്രമിൻ 15 to 25 milligram, പ്രോമെഥാക്സിൻ 15 to 25 milligram.
അടുത്തത് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്. അതെന്ത് ചെയ്യും? ഈ ബ്രോങ്കോ സ്പാസം കഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്ത് ചെയ്യും? അങ്ങനത്തെ കഫിനെ അവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. എഫക്റ്റീവ്നെസ് ഒക്കെ ഈ കഫിൻ്റെ എന്താ പറയുക സെക്രീഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ കുറച്ചും കൂടി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ആൻറ്റി ടെസീവ്സ് അതുപോലെ തന്നെ എക്സ്പെക്ടോറൻസ് ആണ് പഠിച്ചത്. കഫ് എന്താ, എക്സ്പെക്ടോറൻസ് എന്താ പഠിച്ചു, പിന്നെ കഫ് എന്താന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് കഫും മെക്കാനിസം ഓഫ് ആക്ഷൻ, പിന്നെ കഫിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, സെക്രീഷൻ എൻഹാൻസേഴ്സും മ്യൂക്കോലൈറ്റിക്സും, പിന്നെ കഫ് സപ്രസൻസ് അല്ലെങ്കിൽ ആൻറ്റി ടെസീവ്സ് നോക്കി, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, പിന്നെ ആൻറ്റി ടെസീവ് ഡ്രഗ്സ് നോക്കി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.